KSRTCയുടെ ഈ ചരിത്ര ദിനത്തിൽ മാതൃഭൂമി ന്യൂസ് വിന്റേജ് യാത്രയുമായി ഇതിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിയും ഹിമയുമാണ് ആ യാത്രയിൽ. ഒപ്പം യാത്രക്കാരും അതിഥികളും ഒക്കെ എത്തുന്നുണ്ട്. ശ്രീജ, ഹിമ, തുടങ്ങാം. ദിവീഷ്, നമ്മള് യാത്രയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അവിടെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി പേരൂർക്കട ഡിപ്പോയിലെത്തി. അപ്പൊ നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഒന്ന് ചെറിയൊരു ഫ്രഷ് ആവാൻ പോയിരിക്കാം. പക്ഷെ നമ്മുടെ കൂടെ ആ സമയം വെറുതെ നമുക്ക് കളയണ്ട. നമ്മളോടൊപ്പം കുറച്ചു നേരമായിട്ട് യാത്രയിൽ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട താരം ശ്രീ ജിബിൻ ഗോപിനാഥ് ഉണ്ട്. ജിബിനെ തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ വിചാരിക്കും നമ്മളിങ്ങനെ വെള്ളയമ്പലത്തൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ജിബിൻ അവിടെ കാണാം, അല്ലെങ്കിൽ മ്യൂസിയത്തിന്റെ അവിടെ കാണാം. ഏതൊരു സാംസ്കാരിക സദസ്സിലും ജിബിൻ വളരെ സജീവ സാന്നിധ്യം ആയിരുന്നു. ഇല്ല. അത് മാത്രമല്ല, ഇപ്പൊ ജിബിൻ വളരെ തിരക്കുള്ള താരമായി മാറിയിരിക്കുന്നു. ജിബിനെ തിരുവനന്തപുരത്ത് കാണാതെ ആയി തുടങ്ങി. ഇപ്പൊ ഫുൾ തിരക്കാണ്. ഇന്ന് വന്നേ ഉള്ളൂ തോന്നുന്നു അല്ലെ? ശരി. അപ്പൊ ഈ സൗജന്യ യാത്രയുടെ വിശേഷമൊക്കെ ചോദിക്കുന്നതിന് മുൻപായിട്ട് ആദ്യം ചോദിക്കാനുള്ളത്, ബസ്സിൽ കയറിയപ്പോ തന്നെ പറഞ്ഞത് അയ്യോ എത്ര നാളായി KSRTC കയറിയിട്ടുള്ളത്, ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് കാര്യം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ജോലി കിട്ടുന്നതിന് മുന്നേ വരെ എന്ന് പറയുമ്പോൾ ഒരു 17 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ സ്ഥിരം ഒരു ബസ് യാത്രക്കാരനായിരുന്നു. അല്ല, 20 കൊല്ലത്തോളം. അതിനുശേഷം അധികം യാത്ര ചെയ്തിട്ടില്ല. ഇതിപ്പോ റീസെന്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാണ് കയറിയെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഈ ഒരു ബസ് ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു നമ്മുടെ ഒരു വിന്റേജ് ബസ്സില് ഞാൻ ഇന്നലെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഇതൊരു കയറില്ല. 2 ദിവസം മുന്നേ ഇത് കണ്ടപ്പോ നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞു കയറണം എന്നൊക്കെ. പക്ഷെ ഇതെന്താ ഇന്നൊരു സൗകര്യം സൗജന്യമായിട്ട് തന്നെ കയറാൻ പറ്റിയിട്ടുണ്ട്. ജിബിൻ പോലീസിലാണ്, ഇപ്പൊ ലീവിൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പോലീസുകാരൻ അങ്ങനെ ബസ്സിൽ കയറുന്ന കാര്യമില്ലല്ലോ, അവർക്ക് സ്വന്തം വണ്ടി ഉണ്ടല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയിലാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ബസ്സിലേക്ക് കയറുക എന്നുള്ളത് ഇപ്പം ഗവൺമെന്റ് സർവീസിലൊക്കെ ഉണ്ടായിരുന്ന ആളെന്ന നിലയ്ക്ക് KSRTC എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമ്മുടെ ഒരു സാധാരണക്കാരുടെ വലിയ ആശ്രയമാണ്. അവിടെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ അത് എന്തൊക്കെ മാറ്റം ഉണ്ടാക്കും? ഏറ്റവും താഴെ തട്ടുതൊട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണല്ലോ ജിബിൻ, ഏറ്റവും സാധാരണക്കാരെ കാണുന്ന ആളാണ്. ഇത് എത്രത്തോളം മാറ്റം ഉണ്ടാക്കും എന്നാണ് തോന്നുന്നത്? ഇത് എന്തെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു സ്ത്രീ സൗഹൃദ പ്രോജക്റ്റാണ്. അപ്പൊ അത് ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് അത് ഞാൻ പിന്നത്തെ ഒരു വിഷയമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇത് നടപ്പിലാക്കി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതിപ്പോ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ പറയാൻ പറ്റും. അതിപ്പോ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ക്കാരായാലും ആരും ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് ഇതിപ്പോ ഇനി വേറൊരു ഗവൺമെന്റ് ആണ് വരണമെങ്കിൽ പോലും ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമല്ലോ. ഇത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് വേറൊരു സ്റ്റേറ്റിൽ ഇത് നടന്നില്ലയോ എന്നുള്ളതല്ല. കേരളം എന്ന് പറയുന്ന ഒരു നമ്മുടെ നാട്ടില് ഈ ഒരു പരിപാടിക്ക് അത് ഓർഡിനറി ബസ് ആണോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആണോ എന്നുള്ളതല്ല, ഇതിനൊരു തറക്കല്ലിട്ട് കഴിഞ്ഞു. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇന്ന് തുടങ്ങിയും കഴിഞ്ഞു. അത് നടപ്പിലായി കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇനി ഇതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യം ഇനി അങ്ങോട്ട് നടക്കുന്നൊക്കെയാണ് പറയുന്നത്. അത് നടക്കട്ടെ, അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. അതെ, തീർച്ചയായിട്ടും നടപ്പാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇത് നമുക്ക് ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഉള്ള ഒരു ടെൻഷൻ, ഇത് ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും അത് യാഥാർത്ഥ്യം. ഇത് സ്ത്രീകളുടെ സുരക്ഷ, അതുപോലെ തന്നെ അവരുടെ സമ്പാദ്യം കൂട്ടിവെക്കുന്നതാണ്. സുരക്ഷയെ പറ്റി നമുക്ക് ജിബിനോട് വളരെ കാര്യമായിട്ട് ചോദിക്കാം. കാരണം സ്ത്രീകൾ കൂടുതൽ കയറും, ഉറപ്പായിട്ടും. സ്ത്രീകൾ കൂടുതൽ കയറുമ്പോൾ ആ ബസ് സ്ത്രീ സൗഹൃദമായി മാറിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ മാറിയേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പൊ KSRTCയിൽ വനിതാ ഡ്രൈവർമാർ വരെ ആയിരിക്കും. നമ്മുടെ വണ്ടിയിൽ ഒരു വനിത അതെ, ഇതില് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു, അവരെ കണ്ടിരുന്നു. അപ്പൊ അതുപോലെ ഇപ്പൊ ഡ്രൈവേഴ്സ് ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു വാർത്ത വായിച്ചു. ഇന്ന് ഈ പദ്ധതി തുടക്കട്ടത് വനിതാ ഡ്രൈവറാണ്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ അതിപ്പോ ആണുങ്ങൾക്ക് അവിടെ നമുക്കൊരു സ്ഥാനം നഷ്ടപ്പെടുന്നു അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ PSCയിൽ തന്നെ അന്ന് ഒരു ബിവറേജസിലേക്ക് ആദ്യം സ്ത്രീകളെ എടുക്കില്ലായിരുന്നു. അപ്പോ അത് പിന്നെ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഇത് മനസ്സിലാക്കണം. ജോലി എന്ന് പറയുന്ന ആണ്ടിയായാലും പെണ്ണിയായാലും ചെയ്യുക എന്നുള്ളൊരു അവകാശമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ സ്ഥലത്തും സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ഒരു ഇക്വാലിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതൊരു വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ വനിതാ പോലീസില്ലേ, ഇപ്പം വനിതാ കണ്ടക്ടർ ആയില്ലേ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും വരട്ടെ, എല്ലായിടത്തും ഇങ്ങനെ സ്ത്രീകളും വരട്ടെ.